ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ബിസിനസ് സീസണിലേക്ക് കിടക്കുകയാണ്. സാറിന് ബിസിനസ് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഒരുമാതിരിപ്പെട്ട കമ്പനികളൊക്കെ തന്നെ അവരുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഔട്ട്ലൈൻ ഷെയർ ചെയ്യാറുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു Q4 റിസൾട്ട്സ്, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് അവർക്ക് ചെയ്യാൻ സാധിച്ചോ, എന്തെങ്കിലും സ്പെഷ്യൽ അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള സെയിൽസോ പ്രോഫിറ്റ്സോ YOY ആണെങ്കിലും ക്വാർട്ടർ ആണെങ്കിലും എവിടെയെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വന്നോ എന്നുള്ളതിനെ കുറിച്ച് അവർ ഡീറ്റെയിൽ ഷെയർ ചെയ്യാറുണ്ട്. സോ നമ്മളെ സംബന്ധിച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഇൻപുട്ട് വന്നിരിക്കുന്ന അജ്മീറ റിയാലിറ്റി എന്നാണ്. ആൻഡ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻപുട്സ് ആണ്. കമ്പനിയുടെ ചരിത്രത്തിലെ ഹയസ്റ്റ് അവർ പ്രീ സെയിൽസ് ആണ് ഈ കഴിഞ്ഞ 2024 നടന്നത്, 23-24 നടന്നത്. 1017 കോടിയാണ് അവർ ക്രൂസ് ചെയ്തിരിക്കുന്നത്. കാർപ്പറ്റീരിയ Q4 അവർ സെല് ചെയ്തിരിക്കുന്നത് YOY നോക്കാതെ എടുത്ത് 63% ഗ്രോത്താണ് YOYയിൽ കാർപ്പറ്റീരിയ വിൽപ്പന തന്നെ സംഭവിച്ചിരിക്കുന്നത്. സോ 1,13,931 സ്ക്വയർ ഫീറ്റ് ആണ് അവർ Q4 വിറ്റത്. സെയിൽസ് വാല്യൂ വന്നിട്ട് 104% YOY ഗ്രോത്ത് വന്നിരിക്കുന്നത്, 287 ക്രോസ്. കളക്ഷൻ YOY വന്നിട്ട് Q4 197 ക്രോസ് ആണ്, 91% ആണ് YOY ഗ്രോത്ത് വന്നിരിക്കുന്നത്. അവർ പറയുന്നത് ഇതിന്റെ 2-3 കാര്യങ്ങളുണ്ട്. ഇത്രയും സെയിൽ വരാനുള്ള ഒന്നാമത്തെ കാര്യം ഓവറോൾ ഇൻഡസ്ട്രി ഡിമാൻഡ്, ഓവറോൾ ഇൻഫ്രയിലുള്ള ഡിമാൻഡ്, ഓവറോൾ ഹൗസിംഗിലുള്ള ഡിമാൻഡ്. രണ്ടാമത്തെ കാര്യം കമ്പനിയുടെ ടൈംലി കംപ്ലീഷൻ ഓഫ് പ്രോജക്ട്സ്. കമ്പനിക്ക് ഒരു ടൈംലി കംപ്ലീഷൻ ഓഫ് പ്രോജക്ട്സ് വരുമ്പോഴത്തേക്കും കമ്പനിക്ക് എൻഹാൻസ്ഡ് ആയിട്ടുള്ള ബ്രാൻഡ് വാല്യൂ വരും. ശരിക്കും ഈ 2 കാര്യങ്ങൾ ചേർന്നാണ് ഇത്രയും വലിയ ടോപ്പസ്റ്റ് സെയിൽ ഫിഗേഴ്സിലേക്ക്, റിയലൈസേഷനിലേക്ക് നയിച്ചെന്നുള്ളതാണ് കമ്പനിയുടെ ക്ലാരിറ്റി. ശരിക്കും അത് വെരി ഗുഡ് ഫിഗർ ആണ് അജ്മീറ റിയാലിറ്റിയെ സംബന്ധിച്ച് അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ Q4 റിസൾട്ട് കിടക്കുമ്പം സിമെന്റ് കമ്പനീസിന്റെ റിസൾട്ടിലേക്ക് നമ്മൾ അടുത്ത ആഴ്ച പോലെ പതുക്കെ നമ്മൾ നീങ്ങിയാണ്. സോ സിമെന്റ് കമ്പനീസിൽ നിന്നും എന്തെല്ലാം നമുക്ക് ഈ Q4 എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ വോളിയം ഒരു സിംഗിൾ ഡിജിറ്റിലായിരിക്കാം വോളിയം ഗ്രോത്ത് വരാൻ സാധ്യത. ഇമ്പാക്ട് ഓഫ് വീക്ക് സിമെന്റ് പ്രൈസസ് ആണ് Q4 പൊതുവെ വർക്ക് ചെയ്തത്. അത് ഒരു പക്ഷേ മാർജിനെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഇൻപുട്ട് കോസ്റ്റ്, എനർജി കോസ്റ്റിനൊക്കെ കുറവ് വന്നുകൊണ്ട് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത്. ക്വാർട്ടറിൽ Q1 236 റുപ്പീസ് ആണ് എബിറ്റയിൽ ഇംപ്രൂവ് വന്നത്. അതുപോലെ തന്നെ YOYയിൽ 360 രൂപയാണ് എബിറ്റ ഇംപ്രൂവ്മെന്റ് വന്നിട്ട് YOY എബിറ്റ 1130 ഓൾറെഡി ആയി കഴിഞ്ഞു. ഫർദർ സ്കോപ്പ്, കാര്യം പ്രൈസിൽ അവരുടെ സിമെന്റ് പ്രൈസ് കൂടാത്ത കൊണ്ട് തന്നെ ഫർദർ സ്കോപ്പ് എബിറ്റയിൽ വരാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ്. അതൊരു വലിയൊരു ചെറിയ കൺസേൺ ആണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, ഹൗസിംഗ് എന്ന് പറയുന്നത് ഹ്യൂജ് ആയിട്ട് കുതിച്ചു കയറുന്ന ഒരു സെക്ടർ ആയതുകൊണ്ട് തന്നെ ലോങ് ടൈം സ്റ്റോറി സിമെന്റ്സ് കമ്പനിയെ സംബന്ധിച്ച് വളരെ ഇൻടാക്ട് ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട, വളരെ റോബസ്റ്റ് ആയിരിക്കും. നിയർ ടൈം പ്രൈസിങ് ചലഞ്ചസ് ബേസിക്കലി അത് സംഭവിക്കാൻ ഇങ്ങനെ Q4 ഒരു ചെറിയ പ്രൈസ് ഡിമാൻഡ് ഒന്ന് വീക്കായി. അതിനോടൊപ്പം തന്നെ പല കമ്പനികളും കപ്പാസിറ്റി എക്സ്പാൻഷൻ ചെയ്ത് സപ്ലൈ കൂടി ഡിമാൻഡിൽ അല്പം കുറവ് വന്നുകൊണ്ടാണ് ബേസിക്കലി നിയർ ടൈം പ്രൈസ് ചലഞ്ചസ് സംഭവിച്ചത്. നിയർ ടൈം പ്രൈസ് ചലഞ്ചസ് വരാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കമ്പനികൾ കപ്പാസിറ്റി എക്സ്പാൻഷൻ ഭയങ്കരമായിട്ട് കൂടുകയും അതിനോടൊപ്പം തന്നെ ഡിമാൻഡ് അല്പം വീക്കാവുകയും ചെയ്തതോടുകൂടി സപ്ലൈ മാർക്കറ്റ് കൂടുതലായിട്ട് വന്നുകൊണ്ടാണ് നിയർ ടൈം പ്രൈസ് ചലഞ്ച് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ എബിറ്റയിൽ ഒരു 50 to 80 റുപ്പീസിൽ കുറവാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. സോ ഡിമാൻഡ് ഇലക്ഷൻ കഴിയുന്നവരെ ഡിമാൻഡ് ഇൻ ആൻ ആവറേജ് ഒരു മോഡറേറ്റ് ആകാനുള്ള സാധ്യതയാണ് പൊതുവെ മാർക്കറ്റിൽ നിന്നുള്ള ഒരു ഇൻപുട്ട് കിട്ടുന്നത്. സോ എങ്ങനെയാണ് പ്രൈസ് കമ്പനികൾ കൂട്ടുവാണെങ്കിൽ പ്രൈസിന് സസ്റ്റൈനബിലിറ്റി കിട്ടുമോ എന്ന്, കൂട്ടിയ പ്രൈസിന് സസ്റ്റൈനബിലിറ്റി കിട്ടുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അടുത്ത കൊല്ലത്തെ എബിറ്റയിലേക്കുള്ള ഒരു കാൽക്കുലേഷൻ പോകാനായിട്ടുള്ള ഒരു ഫസ്റ്റ് ബേസിക് കൺസെപ്റ്റ്, ഒരു ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഇന്ന് നമ്മുടെ ഹെഡിങ് പറഞ്ഞു ഒരു പെൻ ആൻഡ് ബ്രേക്ക്ഔട്ട് സ്റ്റോക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് ഭാരത് ബിജ്ലിയാണ്. ബസിംഗ് സ്റ്റോക്സ് നമുക്ക് BEL ഉണ്ട്, സ്പൈസ് ജെറ്റ് ഉണ്ട്, ആൻഡ് ഓയിൽ ഇന്ത്യ ഉണ്ട്. കുറച്ച് ഫിനാൻഷ്യൽ ഇൻപുട്സ് ആണ്. മാരുതി സുസുക്കി മനസെ ഫെസിലിറ്റി അവർ പുതിയ അസംബ്ലി ലൈൻ കമ്മീഷൻ ചെയ്തു. നാറ്റ്ക ഫാമിക്ക് വാണിംഗ് ലെറ്റർ ഫ്രം US FDA അവരെ കുത്തൂർ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിക്ക് വന്നിട്ടുണ്ട്. ഒരു നെഗറ്റീവ് ന്യൂസ് ആണ്. So, IndusInd Bank International Holdings to buy 60% in Invesco India Asset Management.